മുഅല്ലഫാത്തു ഷെയ്ഖ് മുഹമ്മദ് അൽ വഹാബിന്റെ രചനകളുടെ സമാഹാരം. അതില് ഒരു ഭാഗമുണ്ട്, അതിന്റെ 6ാം വാള്യത്തിൽ അർ-റസായിലു ശഖ്സിയ്യ, റിസാല എന്ന് പറഞ്ഞ കത്ത്, മെസ്സേജ്, ശഖ്സ് വ്യക്തി എന്നാൽ പേഴ്സണൽ ലെറ്റർ എന്ന് പറയുവാണെങ്കിൽ വ്യക്തികൾക്കോ ചിലത് ഈ കത്ത് ആർക്കൊക്കെ കിട്ടുന്നുവോ അവർക്കെല്ലാം എന്ന് പറഞ്ഞുകൊണ്ട് എഴുതിയതുകൊണ്ട് അങ്ങനെ ഷെയ്ഖ് മുഹമ്മദ് അൽ വഹാബ് എഴുതിയിട്ടുള്ള കത്തുകൾ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് ഈ 6ാം വാള്യത്തിൽ. അതിലെ 9ാമത്തെ കത്ത്, ആ കത്തിൽ ബിസ്മി ഹംദ് ഫ്രം ടു, അതായത് ആർക്ക്, ഇവിടെ പറയുന്നത് ഞാൻ ഈ വായിക്കാൻ പോകുന്നതിൽ ഇലാമൻ യസിലു ഇലൈഹി മിനൽ മുസ്ലിമീൻ, മുസ്ലിങ്ങളിൽപ്പെട്ട ആർക്ക് എത്തിച്ചേരുന്നുവോ അവർക്കൊക്കെ, അതാണ് ടു. ഈ കത്ത് കിട്ടുന്ന എല്ലാ മുസ്ലിങ്ങൾക്കും. ആരിൽ നിന്ന്? മുഹമ്മദ് അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന എന്നിൽ നിന്ന്. സലാമൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം പറയാണ്, എന്നെ കുറിച്ച് നിങ്ങളോട് പറയപ്പെട്ടിട്ടുള്ള ഒരു കാര്യം, ഞാൻ ആളുകളെ മൊത്തത്തിൽ കാഫറാക്കുന്നു എന്നതാണ്. ഫഹാദാ മിൻ ബുഹ്താനിൽ അഅദാ, ഇത് ശത്രുക്കൾ, തൗഹീദിന്റെ ശത്രുക്കൾ, ഇവിടെ ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ശത്രുക്കൾ, തൗഹീദിന്റെ ശത്രുക്കൾ, ഇസ്ലാമിന്റെ ശത്രുക്കളുടെ ആരോപണങ്ങളിൽപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ ആളുകളെ മൊത്തത്തിൽ കാഫറാക്കുന്നു എന്ന് പറയുന്നത്. വേറെയും ചില സംഗതി പറയുന്നുണ്ട്, ഞാനിത് വായിക്കുന്നില്ല, നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ടത് മാത്രം. അതിന്റെ മറുപടി, ഇന്നമൽ മുറാദു ഇത്തിബാഉ ദീനില്ലാഹി വറസൂലിഹി ഫി അയ്യി അർളിൻ കാനത്, ഏത് നാട്ടിലാണെങ്കിലും ഏത് ഭൂമിയിലാണെങ്കിലും ശരി അള്ളാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും ദീനിനെ പിൻപറ്റുക എന്നതാണ് ഉദ്ദേശം. ഞാൻ വേറൊന്നും പറയില്ല. ഞാൻ പറയുന്നത് എന്താ? അള്ളാഹുവിന്റെയും റസൂലിന്റെയും ദീന് പിൻപറ്റണം ഏത് നാട്ടിലാണെങ്കിലും. എന്നാൽ വലാകിൻ നുകഫിർ, നമ്മൾ കാഫറാക്കുന്നു, കാഫറാക്കില്ല എന്നല്ല, കാഫറാക്കുന്നു. ആരെ? മൻ അഖറ ബിദീനില്ലാഹി വറസൂലിഹി, അള്ളാഹുവിന്റെയും റസൂലിന്റെയും ദീനിനെ അംഗീകരിക്കുകയും എന്ന് പറഞ്ഞാൽ അള്ളാഹുണ്ട്, അള്ളാഹിന്റെ റസൂലാണ്, ഖുർആൻ അള്ളാഹുവിന്റെ ഗ്രന്ഥമാണ്, അത് പഠിപ്പിച്ച ആളാണ് മുഹമ്മദ് നബി എന്നൊക്കെ അംഗീകരിക്കുകയും സുമ്മ ആദാഹു, എന്നിട്ട് അള്ളാഹുവിന്റെ ആ മതത്തോട് എതിര് പ്രവർത്തിക്കുകയും വസദ്ദന്നാസ അൻഹു, ആ അള്ളാഹുവിന്റെ ദീനാകുന്ന ഇസ്ലാമിൽ നിന്ന് ജനങ്ങളെ തടയുകയും ചെയ്യുന്നവനെ നമ്മൾ കാഫറാക്കുന്നു. അപ്പൊ കാഫറാക്കിയിട്ടില്ലേ? കാഫറാക്കിയിട്ടുണ്ട്. ആരെ കാഫറാക്കി? എല്ലാവരെയല്ല. ഇസ്ലാം അംഗീകരിക്കുക, അള്ളാഹുവിനെ റസൂലിനെ അംഗീകരിക്കുക, എന്നിട്ട് അതിനെതിരിൽ പ്രവർത്തിക്കുക. അതിന്റെ വേറൊരർത്ഥം എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് ചൊല്ലുക, ഇസ്ലാമാണ് ദീനെന്ന് അംഗീകരിക്കുക, അള്ളാഹുവാണ് റബ്ബെന്ന് അംഗീകരിക്കുക, അവനെ ആരാധിക്കാൻ പാടുള്ളൂ എന്ന് പറയുക, എന്നിട്ട് അതിനെതിരെ പ്രവർത്തിക്കുക. അതെന്താ? അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യാമെന്ന് പറയുക, നബിയെ പ്രവാചകനെ അംഗീകരിക്കുന്നു എന്ന് പറയുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നത്തിനെതിരെ വിധേയത്ത് പ്രവർത്തിക്കുക, അതിലേക്ക് ജനങ്ങളെ കൊണ്ടുപോവുക, ശിർക്ക് ചെയ്യുക, ജനങ്ങളെ തൗഹീദിൽ നിന്ന് തടയുക. വഹാബികളാണ്, കേൾക്കരുത്, പോകരുത്, വഹാബിയാൽ അപ്പറായി ചത്തുപോകും എന്ന് പറഞ്ഞ് ജനങ്ങളെ ഇസ്ലാമിൽ തടയുക. ഇതാണ് പറഞ്ഞതിന്റെ അർത്ഥം. അങ്ങനെ പറയുന്നവനെ നമ്മൾ കാഫറാക്കുന്നു, ഇപ്പണി ചെയ്യുന്നവനെ. ഇതല്ല ഇവിടുത്തെ സമസ്തക്കാരൻ ചെയ്യുന്നത്. അള്ളാഹുവിൽ വിശ്വാസം ഉണ്ടോ? ഉണ്ടെന്ന് പറയുന്നു. റസൂൽ വിശ്വാസം ഉണ്ടോ? ഉണ്ടെന്ന് പറയുന്നു. നിങ്ങൾ മുസ്ലിങ്ങളാണോ? ഞങ്ങൾ മുസ്ലിങ്ങൾ, ഞങ്ങൾ തന്നെയാണ് മുസ്ലിങ്ങൾ, ഞങ്ങൾ മാത്രമേ മുസ്ലിങ്ങൾ എന്ന് വേണ്ടത്. എന്നിട്ട് ചെയ്യുന്ന പണി എന്താ? ഇസ്ലാമിനെതിരിൽ, അള്ളാഹ്ക്കെതിരിൽ, റസൂലിനെതിരിൽ, ഖുർആനെതിരിൽ. ഇനി അടുത്ത വാചകം, വകദാലിക മൻ അബദൽ ഔസാന, അതാരാ? രണ്ടാമത് കാഫറാക്കുന്നത് മൻ അബദൽ ഔസാന, വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവരെ. ബഅദമാ അറഫ അന്നഹാ ദീനുൻ ലിൽ മുശ്രിക്കീൻ, വിഗ്രഹാരാധന എന്ന് പറയുന്നത് മുശ്രിക്കുകളുടെ മതമാണെന്ന് മനസ്സിലാക്കിയതിനു ശേഷം, വസീനത്തുൽ ലിന്നാസി, അത് ജനങ്ങളുടെ സീനത്ത്, അലങ്കാരവുമാകുന്നു എന്ന് മനസ്സിലാക്കിയതിന് ശേഷം വിഗ്രഹാരാധന നടത്തുന്നവരെയും വഹാദല്ലദീ യുകഫിറുഹു, ഇവനെയാകുന്നു നമ്മൾ കാഫറാക്കുന്നത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞ ആരോപണം ശരിയല്ല. നമ്മൾ എല്ലാവരെയും കാഫറാക്കുന്നില്ല, ഇപ്പറഞ്ഞ രണ്ടു കൂട്ടരെ നമ്മൾ കാഫറാക്കുന്നു. ഇനി ഇവിടെ പറഞ്ഞ ഒന്നുകൂടി പരിശോധിച്ച് നോക്കൂ. അബദൽ ഔസാൻ, വിഗ്രഹങ്ങളെ ആരാധിച്ചവർ. വിഗ്രഹം എന്നുള്ള എന്താ? അറബിയിൽ സ്വനമ്, അതുപോലെ തന്നെ വഥൻ, രണ്ട് പ്രയോഗമുണ്ട്. സ്വനം എന്നാൽ പ്രതിഷ്ഠകളാണ്. അമ്പലത്തിലുള്ളതുപോലെ ചർച്ചിലുള്ളതുപോലെ ഈസാ നബിയുടെയോ മറിയമിന്റെയോ ഹിന്ദുക്കൾ ആരാധിക്കുന്ന ദൈവങ്ങളുടെ ഒക്കെ രൂപങ്ങൾ ഉണ്ടാക്കി വെക്കുക, അതാണ് പ്രതിഷ്ഠ എന്ന് പറയുന്നത്. മക്കം പത്തിന്റെ അന്ന് കഅബയിൽ ഉണ്ടായിരുന്നത് പോലെ 360 പരം പ്രതിഷ്ഠകൾ ഉണ്ടായിരുന്നതാണ്. ഇബ്രാഹിം നബി, ഇസ്മായിലൊക്കെ അതുപോലെ രൂപങ്ങൾ ഉണ്ടാക്കി വെക്കുക, അതിനാണ് പ്രതിഷ്ഠ, സ്വനം എന്ന് പറയുന്നത്. വിഗ്രഹം എന്ന് പറഞ്ഞാൽ അത് രൂപം ഉണ്ടായിക്കൊള്ളുന്നില്ല, ആൾ രൂപം ഉണ്ടായിക്കൊള്ളുന്നില്ല. അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന എന്തിനും വിഗ്രഹം എന്ന് പറയാം. അപ്പൊ ഒരു ജാറത്തെ ആരാധിക്കുന്നുവെങ്കിൽ, ഒരു ഖബർ ആരാധിക്കപ്പെടുന്നുവെങ്കിൽ ഖബർ വിഗ്രഹമാണ്. ഖബറിന് പ്രത്യേക രൂപമുണ്ടോ? മനുഷ്യന്റെ രൂപമല്ല, ജീവിന്റെ രൂപമല്ല, പക്ഷെ ഒരു വസ്തുവാണ്. ഇനി ഒരുത്തന്നെ ഒരു മരത്തിന്റെ വള്ളി ആരാധിക്കുന്നു എങ്കിൽ ആ വള്ളി വിഗ്രഹമാണ്. അപ്പൊ അവിടെ
വിഗ്രഹങ്ങളെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ ആരും പെടും? ഖബറിനെ ആരാധിക്കുന്നവനും പെടും, നാട്ടുകല്ലിലെ കല്ലിനെ ആരാധിക്കുന്നവരും പെടും. നമ്മുടെ നാട്ടിലെ സമസ്തക്കാരെ സംബന്ധിച്ചോളം വിഗ്രഹത്തെ ആരാധിക്കുന്നവനാണ്, ഖബർ വിഗ്രഹമാണ്. അങ്ങനെയുള്ള ആരാധിക്കുന്നവർ ഇവർക്കറിയാം വിഗ്രഹ ആരാധന എന്ന് പറയുന്നത് മുശ്രിക്കുകളുടെ വിശ്വാസമാണ്. അതിനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എതിർത്തത്. എന്നിട്ട് അത് മനസ്സിലാക്കിയിട്ട് പിന്നെയും ഖബർ എന്ന വിഗ്രഹത്തെ ആരാധിക്കുന്നുവെങ്കിൽ അവനെയും നമ്മൾ കാഫറാക്കുന്നു. ഇത് ഞാൻ മാത്രമല്ല, ഭൂമുഖത്തുള്ള എല്ലാ പണ്ഡിതനും ഇക്കൂട്ടരെ കാഫറാക്കും. അതിന്റെ പണി മാത്രമല്ല, ഇത് വേറെ സ്ഥലത്ത് അദ്ദേഹം പറഞ്ഞതാണ്. മുഹമ്മദ് അബ്ദുൽ വഹാബ് മുസ്ലിങ്ങളെ കാഫറാക്കി എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ ആരെയും കാഫറാക്കിയിട്ടില്ല. അള്ളാഹു റസൂലും ആരെയാണോ കാഫറാക്കിയത് ഓലെ ഞാൻ കാഫറാക്കിയിട്ടുണ്ട്, എന്റെ കാഫറാക്കിയിട്ടില്ല എന്നിട്ട് അദ്ദേഹം പറയാണ്, ഇത് ഞാൻ മാത്രമല്ല, ഭൂമുഖത്തുള്ള എല്ലാ വിവരമുള്ള ആളുകളും ഇക്കൂട്ടരെ കാഫറാക്കും. ആരൊഴികെ? ഇത് നമ്മൾ മനസ്സിലാക്കണം. ഇല്ലാ റജുലൻ മുആനിദൻ ഔ ജാഹിലൻ. വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവരെ മുശ്രിക്കാക്കാതിരിക്കുക. ഓൻ സലഫിയാണോ? അല്ല. വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവനെ, ഖബർ പൂജ നടത്തുന്നവൻ മുശ്രിക്കല്ല എന്ന് പറയുക ആര് മാത്രമേ ഉള്ളൂ? റജുലൻ മുആനിദൻ. ഇസ്ലാമിനോടും തൗഹീദിനോടും ശത്രുത എതിര് പ്രവർത്തിക്കുന്നവനല്ലാതെ വേറെ ആരും കാഫറാക്കാതിരിക്കുകയില്ല. ഔ ജാഹിലൻ, അല്ലെങ്കിൽ അന്തമില്ലാത്തവൻ, വിവരം കെട്ടൻ, അന്തക്കേടുള്ളവൻ, ഓൻ ആലിമല്ല. അപ്പോ ശിർക്ക് ചെയ്യുന്നവൻ മുശ്രിക്കല്ല. പ്രത്യേകിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് വിഷയത്തിൽ അള്ളാഹനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, ശിർക്ക് ചെയ്യാൻ പാടില്ല എന്ന വിഷയത്തിൽ പോലും ഉദ്റുൽ ബിൽ ജഹലുണ്ട് എന്ന് പറയുന്നവൻ ജാഹിലാകുന്നു, തൗഹീദിനോട് ശത്രുത കാണിക്കുന്നതാകുന്നു, എതിര് നിൽക്കുന്നവരാകുന്നു. എന്റെ വാചകല്ല, ഷെയ്ഖ് മുഹമ്മദ് വഹാബിന്റെ വാചകം. ഇനി അദ്ദേഹത്തിന്റെ മറ്റൊരു കത്ത് നമ്പർ 10. ഇത് ഒരു വ്യക്തിക്ക് അദ്ദേഹം എഴുതിയ കത്തിനുള്ള മറുപടിയാണ്. ഹമദ് അത്തുവൈജിരി എന്ന് പറയുന്ന ആൾ ഇങ്ങോട്ട് അയച്ച കത്തിന് അങ്ങോട്ട് കൊടുക്കുന്ന മറുപടിയാണ്. കുറെ ഉണ്ട്, ഞാൻ അതിൽ പ്രസക്തമായ ഭാഗ്യങ്ങൾ മാത്രം പറയാം. എന്താണത്? മുഹമ്മദ് വഹാബിനെ കുറിച്ചുള്ള ആരോപണങ്ങൾ പറയുന്നുണ്ട്. എന്നിട്ട് പറയാണ് അതൊക്കെ ദുരാരോപണമാണ്. നമുക്കതിന് പറയാനുള്ള മറുപടി, ബി അന്ന മൻ അമില ബി തൗഹീദ്, അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്നതനുസരിച്ച് പ്രവർത്തിച്ച ഒരുത്തൻ, അത് തൗഹീദ് അള്ളാഹനെ മാത്രം ആരാധിച്ചാൽ പോരാ, അത് നമ്മൾ മനസ്സിലാക്കണം. വതബറഅ മിന ശിർകി വഅഹ്ലിഹി, തൗഹീദ് പൂർണ്ണതപ്പെടാം, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, മറ്റാരെയും ആരാധിക്കാതിരിക്കുക. ഇത് രണ്ടും കൂടി ചേരുമ്പോഴാണ് തൗഹീദ് പൂർണ്ണമാകുന്നത്. ഇസ്ബാത്ത് നഫി. അപ്പോ തൗഹീദ് പ്രവർത്തിക്കുകയും ശിർക്കിൽ നിന്നും ശിർക്കിന്റെ ആളുകളിൽ നിന്നും ബന്ധം വിച്ഛേദിച്ചു പോരുകയും, അടിവരട്ട് മനസ്സിലാക്കണ്ട, തൗഹീദ് പ്രവർത്തിച്ചാൽ മാത്രം പോരാ, ശിർക്കും വിട്ടാ പോരാ, ശിർക്കിന്റെ ആളുകളിൽ നിന്നും ബറാഅത്ത് പുലർത്തുകയും ചെയ്യുന്നതാരോ ഫഹുവൽ മുസ്ലിം, അവനാണ് മുസ്ലിം. ഫി അയ്യി സമാനിൻ വ അയ്യി മക്കാനിൻ, ഏത് കാലത്തും ഏത് നാട്ടിലും അവനെ മുസ്ലിം ആവുള്ളൂ. അള്ളാഹനെ മാത്രം ആരാധിക്കാൻ പോരാ, ശിർക്കിനോടും ശിർക്കിന്റെ ആളുകളോടും ബറാഅത്ത് കാണിക്കണം, അവനാണ് മുസ്ലിം. വ ഇന്നമാ നുകഫിർ, ഇനി നമ്മൾ കാഫറാക്കുന്നത് ആരെയാണ്? മൻ അശ്റക ബില്ലാഹ്, അള്ളാഹുവിൽ പങ്കുചേർത്തവരെയൊക്കെ നമ്മൾ കാഫറാക്കുന്നു. ഫീ ഇലാഹിയത്തിഹി, അള്ളാഹുവിൽ പങ്കുചേർക്കുക. ഏത് കാര്യത്തിൽ? ഇലാഹിയത്തിഹി, ഉലൂഹിയത്ത് ഇലാഹിയത്ത് രണ്ടും ഉപയോഗിക്കാറുണ്ട്. അള്ളാഹു മാത്രമാണ് ആരാധനക്കർഹൻ എന്ന വിഷയത്തിൽ അള്ളാഹുവിൽ പങ്കുചേർക്കുന്നവനെ നമ്മൾ കാഫറാക്കുന്നു. ബഅദമാ നുബയ്യിനു ലഹുൽ ഹുജ്ജ അലാ ബുത്ലാനി ശിർകി, ശിർക്ക് നിരർത്ഥകരമാണ് എന്ന തെളിവ് അവന് നാം വ്യക്തമാക്കി കൊടുത്തതിനു ശേഷം പിന്നെ രണ്ടാമത് കാഫറാക്കുന്നത് ആരെയാ? ഫകദാലിക നുകഫിറു മൻ ഹസ്സനഹു ലിന്നാസ്, ശിർക്ക് ജനങ്ങൾക്ക് നന്നായി അവതരിപ്പിച്ചു കൊടുക്കുക. എന്നാൽ ശിർക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ശിർക്കിലേക്ക് ക്ഷണിക്കുന്നവരെയും നമ്മൾ കാഫറാക്കുന്നു. പിന്നെയോ ശിർക്ക് അനുവദനീയമാണ് എന്നതിനു വേണ്ടി ബാത്തിലായ സുബ്ഹത്തുകൾ ജനങ്ങൾക്കിടയിൽ, സംശയങ്ങൾ ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കുന്നവൻ, അവനെയും കാഫറാക്കുന്നു. അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന മശ്ഹദുകൾക്ക് മുമ്പിൽ അതിനെ പ്രതിരോധിക്കാൻ വാളുമായി നിൽക്കുന്നവനെയും നാം കാഫറാക്കുന്നു. എന്ന് പറഞ്ഞാൽ ജാറം കാക്കാൻ പോകുന്നവൻ. മശ്ഹദ് എന്ന് പറഞ്ഞാൽ ജാറത്തിന് അറബി പറയുന്ന വാക്കാണ്. മസാർ എന്ന് വടക്കേന്ത്യയിലെ ആൾക്കാർ പറയും. മസാർ, അള്ളാഹുവിൽ പങ്കുചേർക്കപ്പെടുന്ന ജാറങ്ങൾക്ക് സംരക്ഷണത്തിനായി വാളുമേന്തി നിൽക്കുന്നവനെയും നമ്മൾ കാഫറാക്കുന്നു. കാനാര, ഓൻ തൗഹീദിന്റെ പോരാളിയല്ല, ശിർക്കിന്റെ പോരാളിയാണ്. വഖാതല മൻ അൻകറഹ, ശിർക്കിനെ എതിർക്കുന്നവനോട് യുദ്ധം ചെയ്യുന്നവനെയും ഞാൻ കാഫറാക്കുന്നു. അപ്പൊ ശിർക്കിനെയും ശിർക്കിന്റെ ആളുകളെയും എതിർക്കുന്നവരെ, അല്ലെങ്കിൽ ശിർക്ക് ചെയ്തവൻ മുശ്രിക്കാകുമെന്ന് പറയുന്നവനെ ഹദ്ദാദികൾ എന്ന് വിളിച്ചാലാരാ? അതിനെ നീക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവരോട്, എതിർക്കുന്നവരോട് യുദ്ധം ചെയ്യുന്നവർ. ഇതിനെ ശിർക്കിനെ എതിർക്കുന്നവരെയും ശിർക്കിനെ നീക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരോടും യുദ്ധം ചെയ്യുന്ന ആളുകളെയും നമ്മൾ കാഫറാക്കുന്നു. അപ്പൊ ഇവിടെ എന്താണ്? ശിർക്ക് തെറ്റാണ് എന്ന് പറഞ്ഞു കൊടുക്കുന്നു, എന്നിട്ട് അത് അംഗീകരിക്കുന്നില്ല എങ്കിൽ അവനെ നമ്മൾ കാഫറാക്കും. അപ്പോ ഷെയ്ഖ് മുഹമ്മദ് വഹാബ് ഉദ്റുൽ ബിൽ ജഹൽ ഉണ്ട് എന്നാണോ പറയുന്നത്? ഇല്ല എന്നാണോ പറയുന്നത്? ആർക്കുണ്ട് ആർക്കില്ലാണെന്നാ പറയുന്നത്? വളരെ വ്യക്തമാണ്. ഇനി അദ്ദേഹത്തിന്റെ ഈ പുസ്തകത്തിലെ 6-ാം വാള്യത്തിൽ 25-ാമത്തെ പേജിൽ 3-ാമത്തെ കത്ത്, ഈ കത്ത് എന്റെ
എന്റെ കത്ത് കിട്ടി എന്ന് പറഞ്ഞിട്ട് മുഹമ്മദ് ബിൻ ഈദ് എന്ന് പറയുന്ന ഒരാൾക്ക് അയച്ച മറുപടിയാണ്. അതിൽ അദ്ദേഹം പറയാണ്, നിന്റെ സംശയങ്ങൾക്ക് മറുപടി പറയുന്നതിന് മുമ്പ് ഞാൻ എന്നെ കുറിച്ച് നിന്നെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ആരാണ്? 4 കാര്യത്തിലാണ് ഞാൻ അറിയപ്പെട്ടത്. ഷെയ്ഖ് പറയാണ്, ഞാൻ അറിയപ്പെട്ടത് ബി അർബഈ മസായിൽ, 4 കാര്യത്തിലാണ്. അതായത് മുഹമ്മദ് വഹാബ് എടുക്കുന്ന പണി എന്താ? എന്നെ കുറിച്ച് ആളുകൾ മനസ്സിലാക്കുന്ന എന്താ? 1, തൗഹീദ് വിശദീകരിച്ചു കൊടുക്കുക എന്നതാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ജനങ്ങളിൽ അധിക പേരുടെയും കാതുകളിൽ തൗഹീദിന്റെ ശബ്ദം മുട്ടിയിട്ടില്ല. ഏത് ബടല്ലവരുടെ സൗദി അറേബ്യയിൽ, ഖുർആൻ ഇറങ്ങിയ നാട്ടിൽ, വഹീന്റെ നാടെന്നറിയപ്പെടുന്ന സൗദി അറേബ്യയിലാണ് അധികം ആളുകളുടെയും കാതിൽ തൗഹീദിന്റെ ശബ്ദം മുട്ടിയിട്ടില്ല. എന്നിരിക്കെ അവർക്ക് ഞാൻ തൗഹീദ് വിശദീകരിച്ചു കൊടുക്കുന്നു. ഇതാണ് എന്റെ 1ാമത്തെ പണി. 2ാമത്തെ പണി, ഇൽമ്, വിവരമുള്ള ഇബാദത്തെടുക്കുന്നവരെന്ന് പറയുന്ന ആളുകളുടെ സംസാരത്തിലാണെങ്കിൽ പോലും ശിർക്കുണ്ട് എന്ന് അവരെ ബോധ്യപ്പെടുത്തുക. ഇതാണ് എന്റെ 2ാമത്തെ പണി. 3ാമത്തെ പണി എന്താണ്? ഒരാൾക്ക് അള്ളാഹുവിനെ മാത്രം ആരാധിക്കലാണ് അള്ളാഹുവിന്റെയും റസൂലിന്റെയും ദീൻ എന്ന് വ്യക്തമായതിന് വെളിപ്പെട്ടതിന് ശേഷം അതിനെതിരിൽ പ്രവർത്തിക്കുന്ന, അതിനോട് വെറുപ്പ് കാണിക്കുകയും അതിൽ നിന്ന് ജനങ്ങളെ അകറ്റുകയും അള്ളാഹുവിന്റെ പ്രവാചകനെ തൗഹീദിന്റെ കാര്യത്തിൽ, റിസാലത്തിന്റെ കാര്യത്തിൽ സത്യപ്പെടുത്തുന്നവനോട് ജിഹാദ് ചെയ്യുകയും ചെയ്യുന്നവനാരോ അവനൊക്കെ കാഫറാണെന്ന് പറയുക. അതാണ് എന്റെ പണി. ബലി വരണതോ സൂപ്പർ സെലഫികൾ പറഞ്ഞ എന്താ? ശിർക്കുന്നവനെ കാഫർ മുശ്രിക്കാന്ന് പറയാൻ പറ്റൂല. മുഹമ്മദ് വഹാബ് പറയാണ്, ഞാൻ അറിയപ്പെട്ട 3ാമത്തെ കാര്യം, എന്റെ ഡ്യൂട്ടി, എന്നെ കുറിച്ച് ആളുകൾ മനസ്സിലാക്കിയത്, ഇപ്പണി ചെയ്യുന്നവനൊക്കെ കാഫറാണെന്ന് ഞാൻ പറയുന്നു. വമൻ അറഫ ശിർക, വേറൊരുത്തൻ ശിർക്കിനെ മനസ്സിലാക്കി, വാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ബുഇസ ബിഇൻകാരിഹി, ശിർക്കിനെ എതിർക്കാൻ വേണ്ടിയാണ് മുഹമ്മദ് സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നിയോഗിക്കപ്പെട്ടത് എന്നും മനസ്സിലാക്കി. വാഖറ ബിദാലിക ലൈലൻ വനഹാറ, രാവും പകലും ഇക്കാര്യം അവൻ അംഗീകരിക്കുന്നു. ഏത്? ശിർക്കുണ്ട്, ശിർക്ക് എതിർക്കാനാണ് നബി വന്നത് എന്ന് രാവും പകലും അംഗീകരിക്കുന്ന ഒരുത്തൻ, പക്ഷേ ഓനെയും കാഫറാക്കും. എന്താ കാരണം? തുമ്മ മദഹഹു വഹസനഹു ലിന്നാസ്, അള്ളാഹുവിൽ പങ്കുവെക്കുന്ന കാര്യത്തെ മദഹ് ചെയ്ത് പഠിപ്പിച്ചു കൊടുക്കുന്നു, ജനങ്ങൾക്ക് അത് നന്നാക്കി അലങ്കരിച്ചു കൊടുക്കുന്നു, അവനെയും നമ്മൾ കാഫറാക്കും. ഏത്? ഈ സമസ്ത പുരോഹിതന്മാർ ചെയ്യുന്നത് പോലെ തൗഹീദിന്റെ ആയത്തോതിൽ ശിർക്ക് സ്ഥാപിക്കുക. എന്നാൽ ശിർക്കില്ല എന്നും പറയൂ. മുഹമ്മദ് നബി ശിർക്കിന് എതിർക്കാൻ വന്നതാന്ന് പറയൂ. അക്കൂട്ടത്തിൽ ശിർക്കും പഠിപ്പിക്കൂ. തൗഹീദല്ല, ശിർക്കാണ് പഠിപ്പിക്കുന്നത്. വസഅമ അന്ന അഹ്ലഹു ലാ യുഖ്തിഉന ലിഅന്നഹുമുസ് സവാദുൽ അഅളം, ഈ പറയുന്ന ശിർക്ക് മനസ്സിലാക്കിയതിനു ശേഷം ശിർക്കിനെ ജനങ്ങൾക്ക് നന്നാക്കി പഠിപ്പിച്ചു കൊടുക്കുന്ന, നന്നാക്കി അലങ്കരിച്ച് കാണിച്ചു കൊടുക്കുന്ന, അതിലേക്ക് ക്ഷണിക്കുന്ന ആളുകൾ, അവൻ പറയും, എന്റെ കൂടെയുള്ള ആളുകൾക്കൊന്നും തെറ്റുപറ്റൂല. കാരണം എന്താ? ഞങ്ങളാണ് സവാദുൽ അഅളം. സവാദുൽ അഅളം എന്നാൽ മഹാഭൂരിപക്ഷം എന്നാണ്. ഇന്നാട്ടിലെ ഭൂരിപക്ഷം ഞങ്ങളാണ്, സുന്നത്ത് ജമാഅത്താണ്, സമസ്തയാണ്, ഞങ്ങളാണ് യഥാർത്ഥ ആളുകൾ, ഭൂരിപക്ഷം ഞങ്ങൾക്ക് തെറ്റുപറ്റൂല, കാരണം ഞങ്ങളാണ് ഭൂരിപക്ഷം എന്ന് പറയുന്നവനെയും ഞാൻ കാഫറാക്കുന്നു. ഇത് ഇവിടുത്തെ സമസ്തക്കാർക്കും ബാധകമാണ്. ഇപ്പൊ അടുത്ത് ഈ സമസ്തയെന്ന് തെറ്റിയിരിക്കുന്ന, ഈ കെ സമസ്തയെ തെറ്റിയിരിക്കുന്ന ഒരാളുണ്ട്, മുക്കം ഫൈസി, മുക്കം മുഹമ്മദ് ഫൈസി. അദ്ദേഹം ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിന്റെ അടുക്കൽ മതം യഥാർത്ഥത്തിൽ ഇസ്ലാം മാത്രമാണ്, ഇസ്ലാം അല്ലാത്ത ഒന്നും അള്ളാഹുവിന്റെ അടുക്കൽ മതമല്ല എന്ന ആയത്തോതി വിശദീകരിച്ച് അദ്ദേഹം പറയുന്നത്, ഇന്നദ്ദീന ഇൻദല്ലാഹി സമസ്ത, അള്ളാഹിന്റെ അടുക്കൽ മതം എന്ന് പറഞ്ഞാൽ സമസ്തയേ ഉള്ളൂ, സമസ്തയല്ലാത്തതൊന്നും അള്ളാഹുവിന്റെ മതമല്ല. ഈ ആയത്തിന് അർത്ഥം പറയാണ്. കാരണം സമസ്ത എന്ന് പറഞ്ഞാൽ അങ്ങനെ പാരമ്പര്യമായി വന്നതാണ്, നമ്മൾ അവിടുത്തെ ഭൂരിപക്ഷ ആളുകൾ. അപ്പൊ അള്ളാഹുവിന്റെ ആയത്ത് ഊതിയിട്ട് സമസ്ത എന്ന ശിർക്കിന്റെ അശ്വരി തരീക്കത്തിന്റെയും അഖീദയെയും വിശ്വാസത്തെയും സ്ഥാപിക്കുന്ന ആളുകൾ, ഇപ്പണിയെടുക്കുന്നവരെയും നമ്മൾ കാഫറാക്കുന്നു. അപ്പൊ ഇത് സൗദി അറേബ്യയിലുള്ള ആളുകളെ കുറിച്ച് പറഞ്ഞതാണെങ്കിലും ഇതൊക്കെ നമ്മുടെ നാട്ടിൽ വിറ്റാൻ ഈ ആളുകൾക്ക്. കാരണം എന്താ? രണ്ടും ഒരേ സംഗതിയാണ്, ഒരേപോലെയാണ്. പിന്നെ എന്നെ കുറിച്ച് എന്റെ ശത്രുക്കൾ പ്രചരിപ്പിക്കുന്നത്, ഞാൻ തെളിവ് ലഭിക്കാത്ത ജാഹിലിനെ കാഫറാക്കുന്നു എന്നാണ്. ഇത് ദുരാരോപണമാണ്. യുരീദൂന ബിഹി, എന്നെ കുറിച്ച് ഈ ആരോപണം കണ്ട് അവർ ഉദ്ദേശിക്കുന്നത് തൻഫീറൻ നാസി, ജനങ്ങളെ അകറ്റലാണ്. അൻ ദീനില്ലാഹി വറസൂലിഹി, അള്ളാഹുവിന്റെയും റസൂലിന്റെയും ദീനിൽ നിന്ന് അകറ്റുക. അപ്പൊ എന്താ ഇതേ ആരോപണം ഇപ്പൊ നമ്മുടെ നാട്ടിൽ ആരാ പറയുന്നത്? ഖുറാഫിയല്ല പറയുന്നത്. ഖുറാഫികൾ ഒരു നിലക്ക് പറയുന്നത്, സലഫികൾ എന്ന് പറയുന്ന ആളുകൾ പറയുന്നത് എന്താ? കണ്ടോ, കേരളത്തിലെ സമസ്തക്കാരെ മുഴുവൻ ഒരു കൂട്ടം ആളുകൾ കാഫറാക്കി, കാളിയെ കാഫറാക്കി, കാലിന്റെ വിധി അംഗീകരിക്കാൻ പാടില്ല, മാസം കണ്ടത് ഉറപ്പിച്ച് സ്വീകരിക്കാൻ പാടില്ല എന്ന് പറയുന്നു. അപ്പൊ ഇവിടുത്തെ ഭൂരിപക്ഷത്തെ കാഫറാക്കലാണ്, ഇത് ഹദ്ദാദിയത്താണ് എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലത്തെ വാദാണ്. ഇത് തെളിവെത്താത്ത ആളുകളെ ഞാൻ കാഫറാക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ എന്താ? കേരളത്തിലെ സമസ്തക്കാർക്കൊന്നും തെളിവെത്തിയിട്ടില്ല, അല്ലെങ്കിൽ അവർക്ക് തെളിവ് സ്ഥാപിതമായിട്ടില്ല, എന്നാൽ പോലെ മനസ്സിൽ ഉറച്ചിട്ടില്ല, ബോധ്യപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് അവർ ചെയ്യുന്നത് ശിർക്ക് ആണെന്ന് പറയാമെന്നല്ലാതെ അവരെ കുറിച്ച് ശിർക്ക് ഉള്ളവരെന്നോ മുശ്രിക്കുകളെന്നോ പറയാൻ പാടില്ല എന്ന് പറയുന്ന
ആളുകളും ഉദ്ദേശിക്കുന്നത് എന്താ? ഈ തൗഹീദ് പഠിപ്പിക്കുന്ന ആളുകളിൽ നിന്ന് ജനങ്ങളെ അകറ്റുക, വെറുപ്പുണ്ടാക്കിയിട്ട് ഇവരൊന്നും കേൾക്കാൻ പറ്റില്ല, പഠിക്കാൻ പറ്റൂല എന്ന് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ. ഇനി അദ്ദേഹത്തിന്റെ വേറെ ഒരു കത്ത് നമ്പർ 6, പേജ് 39, ആ പുസ്തകത്തിലെ 6-ാം വാള്യം 39. ഇത് സൗദി അറേബ്യയിലെ, അതായത് ഹറം സ്ഥിതി ചെയ്യുന്ന രാജ്യത്തെ പ്രധാനികൾക്കും പണ്ഡിതന്മാർക്കും എന്ന് പറഞ്ഞിട്ട് മൊത്തത്തിൽ എല്ലാ ആളുകളും എഴുതിയൊരു കത്താണ്. അതിൽ അദ്ദേഹം പറയുന്നത് കാഫറാക്കുന്ന വിഷയത്തെക്കുറിച്ച് നമ്മെക്കുറിച്ച് പ്രചരിപ്പിച്ചിട്ടുള്ള കാര്യം, അതായത് അക്കാലഘട്ടത്തിലെ സമസ്ത, ഏത് മുഹമ്മദുൽ വഹാബിന്റെ സൗദി അറേബ്യയിലെ സമസ്ത എന്ന് പറഞ്ഞാൽ ഈ സമസ്ത പോലത്തെ ആൾക്കാരാണ് അന്നുണ്ടായിരുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി ചെല്ലുക, ശിർക്ക് ചെയ്യുക. ആ ആളുകൾ എന്നെ കുറിച്ച് പ്രചരിപ്പിക്കുന്നത് ഞാൻ ഗ്രാമപ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകളെ കാഫറാണെന്ന് ഫത്വ കൊടുത്തിരിക്കുന്നു. എന്ത് കാരണം കൊണ്ട്? ആ ഗ്രാമപ്രദേശത്തുള്ള കാട്ടറബികളായ അറാബികളായ ആളുകൾ മരണശേഷം ഒരു ജീവിതമുണ്ടെന്നും സ്വർഗമുണ്ടെന്നും നരകമുണ്ടെന്നും പറയുന്ന കാര്യത്തെ അവർ എതിർക്കുന്നു എന്നതുകൊണ്ട്. അള്ളാഹനെ ആരാധിക്കാം, അള്ളാഹ് പങ്കു ചേർക്കാം എന്നുള്ള വിഷയമല്ല. പരലോകവും സ്വർഗവും നരകവും ഇല്ല എന്ന് പറയുന്ന ഗ്രാമപ്രദേശത്തുള്ള ആളുകളെ ഞാൻ കാഫറാണെന്ന് ഫത്വ കൊടുത്തിരിക്കുന്നു. സ്ത്രീകൾക്ക് അനന്തരാവകാശമുണ്ട് എന്നതിനെ അവർ നിഷേധിക്കുന്നു എന്നിട്ട് അദ്ദേഹം പറയാണ്, ഇതൊക്കെ അവർ പറയുന്നത് മാ ഇൽമിഹിം അന്ന കിതാബല്ലാഹി ഇൻദൽ ഹലർ, അള്ളാഹുവിന്റെ ഖുർആൻ നഗരപ്രദേശത്തുണ്ട്. വലിയ ഗ്രാമപ്രദേശമാണ്, ഗ്രാമപ്രദേശത്തുള്ള ആളുകളാണ് പറയുന്നത് ഇതൊന്നുമില്ല. പക്ഷേ അവർക്കതൊക്കെ മനസ്സിലാക്കാൻ ഖുർആൻ ഓലത്തുണ്ടാവും, ഇല്ലെങ്കിൽ ഗ്രാമപ്രദേശം ഇല്ലായിരിക്കും. ഉണ്ടെങ്കിൽ എവിടെ ഉണ്ട്? ഇൻദൽ ഹലർ, നാട്ടിൽ ഖുർആനുണ്ട്. നാട്ടിൽ ഖുർആൻ ഉണ്ടായിരിക്കെ മരുഭൂമികളിൽ ഗ്രാമപ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകൾ ഇത്തരം കാര്യങ്ങൾ നിഷേധിക്കുന്നു. അവരെ ഞാൻ കാഫറാക്കുന്നു എന്നാണ് അവരുടെ ആരോപണം. എന്നാൽ ഞാൻ ഇത് അവരെ കുറിച്ച് ഇങ്ങനെ ഫത്വ കൊടുത്തത് ഫലമ്മ അബ്തൈതു ബികുഫ്രിഹിം മാ അന്നഹും അക്സറുന്നാസ് ഫീ അർദിൽ ഇസ്തൻകറൽ അവാം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു പോവാണ്, ഈ ആളുകൾക്കറിയാം എന്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിയോഗിക്കപ്പെട്ടത് ഇതിനു വേണ്ടിയാണ് എന്നവർക്കറിയാം. അതുകൊണ്ട് തന്നെ ഇപ്പറയുന്ന ആളുകൾ, അപ്പൊ ഞാൻ കാഫറാക്കിയ ആരോപണം, എന്തിനാ കാഫറാക്കിയത്? പരലോകമല്ല, സ്വർഗവും നരകവും ഇല്ല. അപ്പൊ അദ്ദേഹം തിരിച്ചു ചോദിക്കാൻ, നിങ്ങൾ ഈ വിഷയം പറയുമ്പോൾ ചില വിഷയങ്ങൾ പണ്ഡിതന്മാർ ഏകോപിച്ചിട്ടുള്ള അടിസ്ഥാനപരമല്ലാത്ത വിഷയങ്ങൾ എതിർത്ത ആളുകളെ കുറിച്ച് നിങ്ങൾ കാഫറാണെന്ന് പറയുന്നുണ്ടല്ലോ. ഇത് അടിസ്ഥാനപരമായ വിഷയമല്ല, ഒരു ഫർഈയായ ശാഖാപരമായ ഒരു വിഷയം. പക്ഷെ പണ്ഡിതന്മാരൊക്കെ അംഗീകരിച്ചതാണ്. അതൊരുത്തൻ എതിർത്താൽ അവൻ ദീനിന്റെ ഒരു ഭാഗത്ത് എതിർത്തു, അതുകൊണ്ട് അവൻ കാഫറായി എന്ന് മുഹമ്മദുൽ വഹാബ് ഗ്രാമീണരെ കാഫറാക്കുന്നു എന്ന് വാദിക്കുന്ന ആളുകൾ അംഗീകരിക്കുന്നു. അപ്പൊ അദ്ദേഹം ചോദിക്കാൻ, അല്ല ഈ ശാഖാപരമായ വിഷയത്തെ എതിർത്തവൻ കാഫറാകുമെങ്കിൽ പരലോകമില്ല എന്ന് പറഞ്ഞവനെ ഞാൻ കാഫറാക്കിയാൽ അതെങ്ങനെയാണ് എതിരാവുക? കാരണം അത് ഈമാൻ കാര്യത്തിൽപ്പെട്ട വിഷയമല്ലേ. ഈമാൻ കാര്യത്തിൽപ്പെട്ട വിഷയം അംഗീകരിക്കാത്തവനെ കാഫറാക്കിയപ്പോ നിങ്ങൾ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നു. നിങ്ങൾ അതിനേക്കാൾ നിസ്സാരമായ കാര്യത്തിന് ആളുകളെ കുറ്റപ്പെടുത്തുന്നുണ്ട്. അപ്പൊ അതെങ്ങനെ? അപ്പൊ ഇവിടെ എന്താണ് മുഹമ്മദുൽ വഹാബ് ഇവിടെ എന്താ ചെയ്തത്? ഗ്രാമപ്രദേശം, നമ്മൾ മനസ്സിലാക്കണം, നഗരപ്രദേശത്തിലെ ആൾക്കാരല്ല. ഖുർആനിൽ തന്നെ കാണാം, അറാബികൾ ദീൻ പഠിക്കാൻ കൂടുതൽ ആവശ്യമുള്ളവരാണ്. കാരണം അവർക്ക് ഇങ്ങോട്ട് നബിന്റെ അടുക്കലേക്ക് വഹി കിട്ടുന്ന സ്ഥലത്തേക്ക് വരാനും പഠിക്കാനും സമയം കിട്ടില്ല. അപ്പൊ അവർ പഠിക്കേണ്ടവരാണ്, അന്വേഷിക്കേണ്ടവരാന്ന് പറയുന്നത്. അങ്ങനെയുള്ള ആളുകളായിട്ട് പോലും അപ്പൊ ഇവർക്ക് ഇതിനെക്കുറിച്ച് ചില പണ്ഡിതന്മാർ വിശദീകരിച്ച് കാണാം, ഈ ഗ്രാമീണരായ ആളുകളാണെങ്കിലും ഇവർക്ക് വിവരം കിട്ടിയിട്ടുണ്ട്. ഇസ്ലാമിനെ കുറിച്ചും ഖുർആനെ കുറിച്ചൊക്കെ അവർക്കറിയാം. ഇവിടെ ഖുർആൻ ഉണ്ട് എന്ന് അവർക്കറിയാം. അത് ഇവിടെ തന്നെ പറഞ്ഞു, നഗരത്തിൽ ഖുർആൻ ഉണ്ട് എന്നവർക്കറിയാം. അത് അറിഞ്ഞിട്ട് അത് അന്വേഷിച്ച് പഠിക്കാത്തത് കൊണ്ടാണ് ശൈഖ് എന്ത് ചെയ്തത്? കാഫറാക്കിയത്. അപ്പൊ എന്താ ഇവിടെ നിങ്ങൾക്ക് ഉതിറുണ്ട്, നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ലല്ലോ എന്നല്ല പറഞ്ഞത്. അപ്പൊ ഇവിടെയും ശൈഖിന്റെ നിലപാട് എന്താണ് എന്നത് വ്യക്തമാണ്. ഇനി 124-ാമത്തെ പേജ് ഇതേ പുസ്തകം, 6-ാം വാള്യം റസായിലു ശഖ്സിയ്യ, 19-ാമത്തെ കത്ത്. ഈ കത്ത് ഒരാൾക്കല്ല, കുറേ ആൾക്കാരുടെ പേരുകൾ പറയുന്നുണ്ട്. എല്ലാ മുസ്ലിങ്ങൾക്കും എന്ന് പറഞ്ഞതിന് ശേഷം അദ്ദേഹത്തെ എതിർത്ത ശിർക്കിന്റെ ആളുകളായ കുറെ ആളുകളെ പേര് പറഞ്ഞിട്ട് ഇവർക്കെല്ലാവർക്കും കൂടിയുള്ള, പ്രത്യേകിച്ച് അവർക്കുള്ള കത്താണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയാണ്, നമ്മുടെ കാലഘട്ടത്തിൽ, അത് ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ കാലഘട്ടത്തിൽ ഉള്ള ആളുകൾ മക്കയിൽ നബിന്റെ കാലഘട്ടത്തിലുള്ള മുശ്രിക്കുകളെക്കാൾ കടുത്ത മുശ്രിക്കുകളാണ്. അതിന്റെ ചുരുക്കം മാത്രം പറയാം. രണ്ട് കാരണമാണ് അദ്ദേഹം പറഞ്ഞത്. ഒന്ന്, നബിന്റെ കാലഘട്ടത്തിലെ മുശ്രിക്കുകൾ അമ്പിയാക്കളെയും മലക്കുകളെയുമാണ്, അവരോടാണ് വിളിച്ചു പ്രാർത്ഥിച്ചത്. എപ്പോഴും വലിയ ബുദ്ധിമുട്ടില്ലാത്ത സമയത്ത്. വലിയ ബുദ്ധിമുട്ടുള്ള സമയത്തോ അവർ അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിച്ചു. ഇതാണ് മക്കയിലെ മുശ്രിക്കുകൾ. എന്നാൽ ഇവര് ബുദ്ധിമുട്ടുള്ള സമയത്ത് അള്ളാഹു അല്ലാത്തവരോടും ചെറിയ കേസിൽ അള്ളാഹുവിനെ വിളിക്കുന്നു. ഇതാണ് കുഴപ്പം. രണ്ടാമത്തേത്, അന്നത്തെ ആളുകൾ നബിന്റെ കാലഘട്ടത്തിലെ മുശ്രിക്കുകൾ വിളിച്ചു പ്രാർത്ഥിച്ചത് മലക്കുകളോടും
സ്വാലിഹീങ്ങളായ മനുഷ്യന്മാരെയുമാണ്. എന്നാൽ ഈസാ നബിയോടോ മലക്കുകളോടോ പ്രവാചകന്മാരോടോ തുലനം ചെയ്യാത്ത ഒന്നിനും പറ്റാത്ത മനുഷ്യന്മാരെയാണ് നമ്മുടെ കാലഘട്ടത്തിലെ മുശ്രിക്കുകൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നത്. സൗദി അറേബ്യയിൽ ഉള്ള ആളുകൾ ഇന്നും അങ്ങനെ തന്നെ, സമസ്തക്കാരങ്ങനെ തന്നെ. നബിയാകാൻ പറ്റുന്ന ഒരു മനുഷ്യൻ പോലും ആകാൻ പറ്റാത്ത ഭ്രാന്തന്മാരെയും വൃത്തിയില്ലാത്തവനെയും നോമ്പൊൽക്കാത്തവനെയും നമസ്കരിക്കാത്തവനെയും നോമ്പുള്ളവനെ മുറിപ്പിക്കുന്നവനെയും ഒക്കെ വലിയാക്കി അവരോട് ദുആ ചെയ്യുന്നു. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് ഇക്കാലഘട്ടത്തിലെ മുശ്രിക്കുകൾ നബിന്റെ കാലഘട്ടത്തിലെ മുശ്രിക്കുകളെക്കാൾ വളരെ മോശപ്പെട്ടവരാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഇത് അറത്തും ഹാദ, ഇക്കാര്യം നീ മനസ്സിലാക്കിയാൽ ഫലാ യഖ്ഫഅലൈക്കും, നിങ്ങൾക്ക് അവ്യക്തമാവുകയില്ല. ഭൂമിയെ ശിർക്കുൽ അക്ബർ, അതായത് വിഗ്രഹങ്ങളെയും ബിംബങ്ങളെയും ആരാധിക്കുക എന്ന വലിയ ശിർക്കിൽ നിന്ന് ഭൂമിയെ നിറച്ചതെന്താണ് എന്നത് നിങ്ങൾക്ക് അവ്യക്തമാവുകയില്ല. എന്നാൽ ഭൂമി നിറയെ, നാട് നിറയെ എന്താണ്? വിഗ്രഹാരാധനയാണ്. ഒരാളതാ നബിന്റെ അടുക്കൽ ചെല്ലുന്നു, നബിന്റെ ഖബറെടുക്കൽ. വേറൊരുത്തൻ സുബൈർ, തൽഹ റളിയല്ലാഹു അൻഹു പോലുള്ള സഹാബികളുടെ ഖബറെടുക്കൽ ചെല്ലുന്നു. വേറൊരുത്തൻ സാലിന്റെ അടുക്കൽ ചെല്ലുന്നു. അങ്ങനെ പറഞ്ഞിട്ട് പല കോലത്തിലുള്ള ശിർക്കിന്റെ പ്രവർത്തനങ്ങളും അദ്ദേഹം വിശദീകരിച്ചിട്ട് പിന്നെ പറയാണ്, ഫൈൻകുന്തും തൈരിഫൂന അന്ന ഹാദാ മിന ശിർക്കി കഇബാദത്തിൽ അസ്നാമില്ലദി യഖ്റുജു റജുല മിനൽ ഇസ്ലാം. ഇസ്ലാമിൽ നിന്ന് ഒരു മനുഷ്യനെ പുറത്താക്കുന്ന വിഗ്രഹാരാധന പോലുള്ള ശിർക്കിൽപ്പെട്ട കാര്യങ്ങൾ ആണ് ഇതൊക്കെ എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു. ഫഖദ് മലൽ ബർറ വൽ ബഹ്റ വശാഅ വദാഅ, കരയിലും കടലിലും ഈ ശിർക്ക് വ്യാപിക്കുകയും പരക്കുകയും ചെയ്തിരിക്കുന്നു. ഹത്താ ഇന്ന കസീറ മിമ്മൻ യഫ്അലുഹു യഖൂമുൽ ലൈല വയസൂമുൻ നഹാറ വയന്തസിബു ഇല സലാഹി വൽ ഇബാദ. എന്നാൽ ഇത്തരം അല്ലാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുക, ജാറത്തിൽ പോകുക എന്ന് പറയുന്ന ശിർക്കൻ പ്രവൃത്തി ചെയ്യുന്നവരിൽ അധിക പേരും രാത്രി നമസ്കരിക്കുന്നവരും പകല് നോമ്പനുഷ്ഠിക്കുന്നവരും ഞാൻ നല്ല സലാഹ്, നല്ല തെളിച്ചം, ഗുണം നേടിയ ആളാണ്, വിവാദത്തെടുക്കുന്ന ആളാണ് എന്നൊക്കെ പറയുന്നവരുമാകുന്നു. അപ്പൊ നോമ്പൊൽക്കാത്തവനല്ല, നിസ്കരിക്കാത്തവനല്ല, വിവാദത്തെടുക്കാത്തവനല്ല, ഇതൊക്കെ ചെയ്യുന്നവൻ തന്നെയാണ് ശിർക്കും ചെയ്യുന്നത്. എന്നിട്ട് അദ്ദേഹം ചോദിക്കാൻ, ജനങ്ങളിൽ ഇതിനെ വ്യാപിപ്പിച്ചിട്ടില്ല, നിങ്ങൾക്ക് എന്തു പറ്റി? വ്യാപിച്ചിട്ടില്ല എന്നാൽ ഇത് ശിർക്കാണെന്ന കാര്യം നിങ്ങൾക്ക് പറഞ്ഞ് പ്രചരിപ്പിച്ചിട്ടില്ല. വതുബയ്യിനു ലഹും അന്ന ഹാദാ കുഫ്റുൻ ബില്ലാഹ്, ഇത് അള്ളാഹുവിനുള്ള കുഫ്റായ പ്രവർത്തനമാണ് എന്ന് ജനങ്ങൾക്ക് നിങ്ങൾ എന്തുകൊണ്ട് വിശദീകരിച്ചു കൊടുത്തതുമില്ല. മുഖ്രിജുൻ അനിൽ ഇസ്ലാം, ഇത് ഇസ്ലാമിൽ നിന്ന് പുറത്താക്കുന്ന കാര്യമാണ് എന്നും എന്തുകൊണ്ട് നിങ്ങൾ പറഞ്ഞു കൊടുത്തില്ല? അപ്പൊ ഈ ശിർക്കിനെ എതിർക്കാത്ത ആളുകളെ കുറിച്ചാണ് അദ്ദേഹം ചോദിക്കുന്നത്, എന്തുകൊണ്ട് നിങ്ങൾ അത് എതിർക്കുന്നില്ല? അപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലാക്കാനുള്ള എന്താ? സഹാബികളുടെ ഖബറിനെടുക്ക പോകുന്ന, എന്നാൽ നോമ്പുവൽക്കുകയും നമസ്കരിക്കുകയും ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലുകയും മുഹമ്മദ് റസൂലുള്ളാഹി ചെല്ലുകയും ചെയ്യുന്ന ആളുകളൊക്കെ ഈ ചെയ്യുന്ന പണിയിലൂടെ ശിർക്കിലെത്തിയിരിക്കുന്നു, ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയിരിക്കുന്നു എന്നാണ് ഇതിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്തുകൊണ്ടാണ് നിങ്ങൾ അതിനെ എതിർക്കാത്തത് എന്നാണ് അനുകൂലിക്കുന്ന ആളുകളോട് ചോദിക്കുന്നത്. അപ്പൊ ഇതും ഈ പ്രവൃത്തി ചെയ്യുന്ന ആളുകൾക്ക്, ഇത് നേരത്തെ പറഞ്ഞല്ലോ, ഈ നാട്ടിലെ ആളുകളിൽ അധികം ആളുകളുടെ ചെവിയിലും തൗഹീദ് എത്തിയിട്ടില്ല, ശബ്ദമെത്താത്ത ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുന്ന പണിയാണ് മുഹമ്മദ് വഹാബ്. ആ പണിയെടുക്കുന്ന ഇടയിൽ തന്നെയാണ് അദ്ദേഹം പറയുന്നത്, ഇതിൽ നിങ്ങൾക്ക് ന്യായം പറയാനില്ല. നിങ്ങൾ നിസ്കരിക്കുന്നു, നോമ്പൊൽക്കുന്നു, അപ്പൊ നിങ്ങൾക്ക് ഖുർആൻ കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ടാണ് നിസ്കരിക്കുന്നത്, അതുകൊണ്ടാണ് നോമ്പൊൽക്കുന്നത്. പക്ഷേ അള്ളാഹനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന വ്യക്തമായ, സുവ്യക്തമായ, തർക്കരഹിതമായ, പ്രാഥമികമായി തന്നെ മനസ്സിലാക്കേണ്ടുന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കാത്തത് കൊണ്ട് നിങ്ങൾ ശിർക്കിൽ പോയിരിക്കുന്നു, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയിരിക്കുന്നു. എന്നിട്ട് അദ്ദേഹം ചോദിക്കുകയാണ്, അല്ല ഇത് അങ്ങനൊന്നും പഠിപ്പിക്കേണ്ട ഉതിറുള്ള കാര്യമാണ് എന്ന് നിങ്ങൾക്ക് അഭിപ്രായമുണ്ടെങ്കിൽ ഒരു ചോദ്യം അദ്ദേഹത്തിന്റെ വക. ചില മനുഷ്യന്മാർ അല്ലെങ്കിൽ ഏതെങ്കിലും നാട്ടുകാർ സ്വന്തം പെങ്ങളെ കല്യാണം കഴിച്ചു, അല്ലെങ്കിൽ ബാപ്പന്റെ പെങ്ങളെ, അമ്മായിനെ കല്യാണം കഴിച്ചു. ജഹ്ലം മിൻഹും, ഓനറിയില്ല, ഒരു മുസ്ലിമായ ഒരുത്തൻ പെങ്ങളെ കെട്ടാൻ പാടില്ല എന്നോ പഠിച്ചിട്ടില്ല, അമ്മായിനെ കെട്ടാൻ പാടില്ല എന്ന് പഠിച്ചിട്ടില്ല, ഇവരൊന്നും കല്യാണം കഴിക്കാൻ പാടില്ല എന്ന് ഖുർആനിൽ സൂറത്തുൻ നിസായിൽ പഠിപ്പിച്ചതാണ്, മഹറമായ ആളുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഒരുത്തൻ ഇത് അറിയാതെ ഒരുത്തൻ അമ്മായിനെ കല്യാണം കഴിച്ചു, ഉദാഹരണത്തിന്, അല്ലെ പെങ്ങളെ കല്യാണം കഴിച്ചിരിക്കുക, അല്ലെങ്കിൽ അതുപോലെ മഹറമായ ഒരാളെ കല്യാണം കഴിച്ചു. അപ്പൊ ഓന് അറിവില്ലായ്മ കൊണ്ടാണല്ലോ. അറിവില്ലാത്തവർക്കൊക്കെ ഉതിറുണ്ട് എന്ന് പറയുകയാണെങ്കിൽ അങ്ങനെ ഓന് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ചോദ്യം, ഈ പെങ്ങളെ കുട്ടിയാൻ വിവരമില്ലാത്തവനെ കെട്ടിയ, ഓ എനിക്ക് ഉതിർപ്പിൽ കുട്ടിക്ക് അങ്ങനെ തന്നെ നിന്നോ എന്ന് പറയോ? അതിൽ കുട്ടി ഉണ്ടായാൽ ഇത് എന്താ സ്ഥിതി? ആ ബന്ധം എന്താണ് അതിന്റെ ഹുക്മ്? അപ്പൊ അദ്ദേഹം ചോദിക്കാൻ, അല്ല അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്ന ഒരുത്തന് അനുവദനീയമാകുമോ ഈ പെങ്ങളെയോ അല്ലെങ്കിൽ അമ്മായിയെയോ കെട്ടിയ ഒരുത്തനെ ഇത് തെറ്റാണ്, അള്ളാഹു ഹറാമാക്കിയ വിവാഹമാണ് എന്ന് പറഞ്ഞുകൊടുത്ത് പഠിപ്പിക്കാതെ അവനെ അങ്ങനെ തന്നെ വിട്ടേക്കൽ അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്ന ഒരുത്തന് അനുവദനീയമാകുമോ? അതല്ല, നിങ്ങൾ ഉതിർ കൊടുക്കുന്നുണ്ടോ? അന്ന നിക്കാഹവും ആളമുമ്മായ അന്നാസുൽ യൗമിന്റെ ഖുബൂരിൽ അംബിയ ഔലിയായി വസഹാബ. അപ്പൊ ഇക്കാര്യത്തിൽ ഉതിറില്ല, ഇവർ അംഗീകരിക്കില്ല, ഓനെ പഠിപ്പിക്കണോ, ഇത് തെറ്റാണ്, ഇക്കല്യാണം ശരിയായില്ല, അത് ഫസ്ഖ് ചെയ്യണം എന്നൊക്കെ ഇവർ പറയും. അപ്പോ ഈ ഒരു കാര്യം അല്ലാഹ് പങ്കുചേർക്കലല്ല, അറിവില്ലായ്മ
കൊണ്ട് സംഭവിച്ച കാര്യമാണ്. പക്ഷേ അവൻ ഉഴുതറുകൾ കൊടുക്കുന്നില്ല, ആ കല്യാണങ്ങൾ വേർപെടുത്തുന്നു. എന്നാൽ അതിനേക്കാൾ ഗുരുതരമായ ഖബറിന്റെ ഔലിയാക്കളുടെയും സഹാബത്തിന്റെയും ഖബറിന്റെ അടുക്കൽ പോയി അവരോട് പ്രാർത്ഥിച്ചും പ്രവർത്തിച്ചും അവർ ചെയ്തു കൂട്ടുന്ന ഇതിനേക്കാൾ ഗുരുതരമായ കാര്യം നിങ്ങൾ എതിർക്കുന്നില്ല. എന്നാൽ പെങ്ങളെ കെട്ടിയത് അത് ശരിയാവില്ല, എപ്പോൾ ഒഴിവാക്കണം എന്ന് നിങ്ങൾ പറയുന്നു. ഫഅലമു അന്നക്കും ലം തഅരിഫു ദീനൽ ഇസ്ലാം. അതുകൊണ്ട് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ദീൻ മനസ്സിലായിട്ടില്ല. വലാ ഷഹാദത ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന സാക്ഷ്യവും നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നാണ് നിങ്ങളോട് പറയാനുള്ളത്. ഇതിപ്പോ നമ്മളെ നാട്ടിൽ ശിർക്ക് ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുന്ന വിഷയത്തിൽ പോലും ഖുർആൻ ഓതുകയും പഠിക്കുകയും ഖുത്ബ നടത്തുകയും അറബിയിൽ പുസ്തകം എഴുതുകയും അറബി പഠിപ്പിക്കുകയും ഇനി മലയാളം വായിക്കുകയും മലയാളത്തിൽ പുസ്തകം എഴുതുകയും ചെയ്തിട്ടുള്ള ആളുകൾക്കൊക്കെ ഉദറുണ്ട്, അറിവില്ലായ്മയുടെ ആനുകൂല്യമുണ്ട്. അവരെ മുസ്ലിക്കാണെന്ന് പറയാൻ പറ്റൂല. അവരൊക്കെ മുസ്ലിങ്ങളായി കാണണം, കെട്ടുകയും കെട്ടിക്കുകയും ചെയ്യാം, അവരെ പിന്നെ പോയി തുടരാം, അവനറുത്ത് തിന്നാം, അവൻ മരിച്ചാൽ പോയി മൈത്ത് സ്കെച്ച് കൊടുക്കാം.